ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈറ്റിക്ക് എങ്ങനെയാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നൈറ്റിക്ക് ആയിട്ടുണ്ടെങ്കിലും ചുരിദാറിനൊക്കെ ആണെന്നുണ്ടെങ്കിലും സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഒരു മാസം ടൈലറിങ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പഠിക്കാൻ പോയ സമയത്ത് നമുക്ക് അന്നേരം ക്രോസ് കട്ടിങ് ആണ് കേട്ടോ പറഞ്ഞു തരുന്നത്. പക്ഷേ അത് നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ക്രോസ് കട്ട് എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ക്രോസ് കട്ടിങ് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് വേറെ ലെവലായിപ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എന്താക്കി ഇങ്ങനെയുള്ള 2 പീസ് എടുക്കാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മാക്സിൻ്റെ ഏറ്റവും അറ്റത്ത് ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇങ്ങനത്തെ ചെറിയ പീസൊക്കെ ആണല്ലോ കിട്ടുക. അങ്ങോട്ട് വീതി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വീതി കൂടി വരുന്നതല്ലേ. അപ്പോൾ അതെടുത്തിട്ട് രണ്ടും ഇങ്ങനെ തന്നെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ ക്രോസ് കട്ടിങ് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ടത് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. അതായത് നല്ല ഭാഗവും പ്രസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് നെക്ക്. അപ്പോൾ നമ്മളെപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ വിധത്തിൽ ക്യാൻവാസ് വെച്ച് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരേ വിധത്തിൽ കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം ഫ്രണ്ട് നെക്ക് നമുക്ക് 4 വിടുത്തുള്ളത് വെച്ചാൽ ആ 4 തന്നെ നമുക്ക് കട്ട് ചെയ്യുക ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പം ബാക്ക് നെക്ക് നമ്മളൊരു 3.25 ഇഞ്ചാക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ 3.25 ഇഞ്ച് നീളവും 3.25 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിൻ്റെ നല്ല ഭാഗവും നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ടാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതായത് നമ്മൾ ആ ഒരു ഫൂട്ടിൻ്റെ ആ ഒരു ഇതില്ലേ, ഒരൊറ്റ ഫൂട്ടിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചടിക്കരുത്. നമ്മൾ 2 പീസും, അതായത് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ വലിച്ച് പിടിച്ചടിക്കരുത് കേട്ടോ. അതൊരു ഫ്രീ ആയിട്ട് തന്നെ അടിക്കുക. കാരണം നമ്മൾ വലിച്ച് പിടിച്ചടിക്കുമ്പോൾ പിന്നെ നമ്മളത് തിരിച്ചിട്ടടിക്കുമ്പോൾ നമുക്കത് ഭയങ്കര കോടിക്കിടക്കും ആ ഒരു ബാക്കിനൊക്കെ. കാരണം നമ്മൾ ടൈറ്റിൽ പിടിച്ചടിച്ചതുകൊണ്ട്. അപ്പോൾ മെല്ലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, വലിച്ചൊന്നും അടിക്കാതെ. അങ്ങനെ അത് നമ്മളെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ അടിച്ചൊരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു നൂല് വരുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ സാധാ നെക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ കട്ടിങ് ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ആകെ 3-4 കട്ടിങ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മളതൊന്ന് മറിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് വലിച്ചതിന് ശേഷം പിന്നെ ഈ ഒരു ബാക്കി വരുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കാണുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ അങ്ങനെ. അപ്പോൾ ഈ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ബാക്ക് തന്നെ ആയിട്ട് വരും. പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുക ഒന്നും ചെയ്യില്ല. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വലിച്ചടിക്കാതിരിക്കുക. മെല്ലെ ഒന്ന് 2 ഫോൾഡാക്കി എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് പീസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമുക്ക് 2 പീസ് വെച്ചൊന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നോക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലെവലായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഫൈനലി മാക്സിൻ്റെ ആ ഒരു ബാക്ക് നെക്ക് കണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചപ്പോൾ നല്ല കാണാനൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്.